ഉണ്ടായിച്ചു കളയാൻ പോളയാണ്. എടാ കൃഷ്ണൻകുട്ടി, നിന്നെ പോലെ സ്നേഹമുള്ള ഒരുത്തന്റെ ഈ കടാപ്പുറത്ത് കാണുകയല്ലേ ഇടഞ്ഞ നടാൻ പൊന്നോണ. എടാ, നിന്നെ വെച്ചാ മാർക്കോസ് മുതലെടുക്കണ കാണുമ്പോ എന്റെ ചങ്കാണ് കേട്ടാ തകരേണ്ടത്. ഒരു കൊച്ചു വെള്ളം വലയുണ്ടെന്നും വിചാരിച്ചിട്ട് അവനാരാണ്? ഈ കടാപ്പുറത്തെ കാളമാൻ ചക്രവർത്തിയാ. ഒന്ന് പതുക്കെ പറലാച്ചറിയാട്ടാ, ആരെങ്കിലും കേട്ടാ നാറ്റ കേസാണ്. നമ്മടെ കിണ്ടി എന്റെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറയും. ഈ കടാപ്പുറത്ത് എനിക്കാരെയും പേടിച്ച് ജീവിക്കണ്ട. ഈ ലാസുവിന്റെ കപ്പനെ കണ്ട് വളർന്നവനാണ്. കണ്ടാൽ വെട്ടുവഴിന്നേ കേൾക്കാൻ തുടങ്ങിയതാണല്ലോ കൂവിച്ച. വേദപ്രസംഗം നിർത്തി വേണേലും ഒന്ന് വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. നിനക്കെന്നെ കിടത്താനാണല്ലോ തിടുക്കം. കൊച്ചു പിള്ളേരെ കാണുമ്പോ നിന്റെ ഒരു ഇളക്കമുണ്ടല്ല, അതിന്റെ സുനാപ്പിക്കേഷൻ എന്താണെന്ന് എനിക്കറിയാമടി. ദേ ഈ കൊച്ചനിവിടെ നിക്കണ്, അല്ലേലും ഞാൻ വല്ലതും പറഞ്ഞാനെ. നീ എന്ത് പറയുന്നതല്ല. ഒന്ന് പിടിച്ചാട്ടാ ചേച്ചി, ഈ ചരക്കിനെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കടത്താം. പിടിച്ചാ അങ്ങനെ. കിഷൻകുട്ടി, ഇതെന്താണ് വല്ലാത്തൊരു നോട്ടം? ചേച്ചിയെ കണ്ട ആരാണ് നോക്കാത്തത്? അതിനുള്ള പ്രായം നിനക്ക് ആയില്ലല്ലാടാ കുട്ടാ. നിക്കട്ടാ പോട്ടാ. പൊന്നുമോ നേരത്തെ വീട്ടിൽ പോയി ചട്ടിക്കെണ്ണം കൊടുക്കാൻ നോക്ക്. എനിക്ക് പോകാൻ തോന്നണില്ല, ചേച്ചിയെ കൊണ്ട് പറക്കാനാണ് തോന്നണത്. പറന്നാലും കൊള്ളാം, പറന്നില്ലേലും കൊള്ളാം. ഞാൻ കാലത്ത് എഴുന്നേക്കുമ്പോ എനിക്ക് കഞ്ഞി കിട്ടണം. ലാസറേട്ട് ഉറങ്ങിയില്ലായിരുന്ന അപ്പ പിന്നാട്ടല്ലേ. ശരി പെണ്ണെ, നിന്റെ ആങ്ങളയുടെ കെട്ടിയെടുക്കൊക്കെ കഴിഞ്ഞാടി? പിന്നെ എത്ര നേരായിട്ട് ഇവിടെ കാത്തിരിക്കണ്. ചേട്ടൻ എന്താണ് ഇത്രയും താമസിച്ചത്? ഓ, അതൊന്നും പറയണ്ട. അമ്മച്ചി ഇന്നലെ ഇമ്മിണി പൂസിലായിരുന്നു. ഉറങ്ങാൻ വിടണ്ടേ? ഓരോരോ വർത്താനങ്ങൾ പറഞ്ഞു വന്നപ്പോ കിടക്കാൻ ഇമ്മിണി വൈകി. നമ്മുടെ കാര്യമല്ല കേട്ടാ. ഓ, അമ്മച്ചി എന്തിനാണ് കുറ്റം പറയണത്? ഈ പറയണ ആളും ഇന്നലെ നല്ല കോലത്തിലായിരുന്നല്ല. നീ കണ്ട? പിന്നെ കാണാണ്ടാണ്. അത് നടുക്കടലിൽ കിടന്നുള്ള പണിയല്ലേടി പെണ്ണെ. അത് കഴിഞ്ഞു വരുമ്പം ഇത്തിരി സന്തോഷമൊക്കെ ഇല്ല. പിന്നെ ജീവിതത്തിൽ എന്താണ് ഒരു അർത്ഥം? കടലിപ്പോക്കും കള്ളുകൂടിയും മാത്രമാണ് ജീവിതത്തിന്റെ അർത്ഥം. ഇവളെന്താണ് കൊച്ചുവെളുപ്പാൻ കാലത്ത് നിന്നാടൊരു പദം പറച്ചില്? ഓ, നിന്റെ പെങ്ങൾക്ക് വലിയൊരു പരാതി. ഔവ ഞാനും കേട്ടതാണ്. ആങ്ങളെ കുടിച്ച് കള്ള് മാട്ടണേലോ അവക്ക് ഒരു വിഷമവുമില്ല. നിന്റെ കൂമ്പ് മാടണില്ലാണ്. മതി മതി, വാ വാ. ചാകരയാണ്, എന്നിട്ട് വല കണ്ട പൊടിമീൻ പോലുമില്ല. ഒന്നും കൂടെ ഇറക്കി നോക്കടാ. എന്നാ ഇറക്കി നോക്ക്. നിങ്ങളൊക്കെ എവിടെയാണ്? മാതപ്പനി ഒന്ന് കിടപ്പായ. പോയി എന്താണോ തങ്കച്ച, നേരത്തെ കാലത്ത് കര പിടിക്കാൻ നോക്കണം. അല്ലാണ്ട് പിന്നെ ഈ എരിപൊരി വെയിലത്ത് കിടന്ന് മലക്കം പറഞ്ഞിട്ട് എന്ത് കഥന കിട്ടാനാണ്? അത് കണ്ട കടലിന്റെ അകത്തുള്ള പുല്ലും പായലും കൂടി നക്കി തിന്നാൻ നടക്കാണ് നാറികള്. ഇത് സമ്മതിയാണ് കേട്ടാ. ഇന്നലെയും ചങ്ങിന് കുത്തിപ്പിടിച്ച് പറഞ്ഞാണ് ഇനി ചുറ്റുവട്ടത്ത് എന്താ ചുട്ടുകളയുമെന്ന്. അവന്മാർക്കൊക്കെ 10-22 മാർ ഉള്ളിലാട്ട് പോയി വലയിടാനല്ലേ നിയമമുള്ളൂ. ഇന്നലെ മേല് നോയിക്കാതെ വിട്ടത് മണ്ടത്രമായി കേട്ടാ. കുഞ്ചിക്കിട്ട് 4 കൊടുത്താ പിന്നെ റമ്പറപ്പിന് നിൽക്കൂല. വഞ്ചിയുടെ മാർക്കോസേ, നീ പറഞ്ഞോണ്ടാ? ഞാനില്ല. അവന്മാരോട് കശപിശിക്കൊന്നും പോകണ്ട കേട്ടാ. എറിഞ്ഞാ പിന്നെ നുമ്മകര കാണൂല. നെറികേട് കണ്ടാ ചോദ്യവും പറച്ചിലൊക്കെ ആനും നിങ്ങൾക്ക് ചേർന്നതാണ്. നിന്നെപ്പോലെ നെഞ്ചുറപ്പില്ലാത്ത 2 കെട്ടന്മാരെ അവർക്ക് വളം വെച്ചു കൊടുക്കണത്. വഞ്ചിവിടടാ. എന്നാ പിന്നെ ഞാനും വരണേണ്. വരില്ലടാ. എടാ, മര്യാദക്ക് തിരിച്ചു പോണ്ട. അധികം വെള്ളത്തിലെടുത്താൽ നിന്നെ നിന്റെ ബോട്ടിൽ ഞങ്ങൾ കടലിൽ കെട്ടിത്താക്കും. ഓ പിന്നെ ഉളുക്കും. കടലിൽ നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ്. ലക്ഷങ്ങൾ മുടക്കി ബോട്ടിറക്കാന്നുണ്ടെങ്കിലേ അത് മുതലാക്കാനും ഞങ്ങൾക്ക് അറിയാൻ കേട്ടാ. അതിനൊക്കെ നേരവും കാലവും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നീയൊക്കെ അപ്പ പിടിച്ചാ മതി. ഓണാവില്ലേ? അപ്പൊ നീ മാറ്റോണ്ടാ പോവും അല്ലടാ. പൊട്ടിയിടടാ അവന്.
വഞ്ചിക്കാരുടെ കൈയുടെ കരുത്തിപ്പോ മനസ്സിലായടാ വന്നി ചെന്ന് പറഞ്ഞേക്കിട്ട് മോലാലിയോട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നേ? പോക്കിരുത്തരല്ലേ അവന്മാർ കാണിച്ചത്. ഇനി മിണുങ്ങസ്യാന്ന് പറഞ്ഞിരുന്നാലുണ്ടല്ലോ അത് അവന്മാർക്ക് വളമാവും. ഈ വള്ളക്കാരുടെ അഹമ്മതി ഇപ്പൊ തന്നെ അവസാനിപ്പിക്കണം. അങ്ങനെ വാശി പിടിച്ച് വഞ്ചിക്കാരുമായി ഏറ്റുമുട്ടിയാലുണ്ടല്ലോ നമുക്കും ഉണ്ടാവും നഷ്ടം. എന്താ ഈ പറയുന്നത്? ലക്ഷക്കണക്കിന് രൂപ മുടക്കി ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കരയിൽ വെച്ച് മീൻ പിടിക്കാനല്ല. പുറംകടലിലാണെങ്കിൽ ട്രോളിംഗുകാര്, തീരത്താണെങ്കിൽ വള്ളക്കാര്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഫിഷറീസ് ഓഫീസറെ ഒന്ന് കണ്ടാലോ? എന്തിനാ? അയാളുടെ കസേരയുടെ വലിപ്പം കാണാനോ? ഇവന്മാരൊക്കെ വള്ളക്കാരുടെ ഭാഗത്തേ നിൽക്കൂ. നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങണം. 10-30 ബോട്ടുള്ള മുതലാളിക്ക് 1-2 പോയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിലേ ഒരു ബോട്ട് മാത്രമുള്ള എന്റെ സ്ഥിതി ആലോചിക്കുമ്പോഴാ. കൊച്ചവസട്ടെ, 2 കൊല്ലം മുമ്പ് വരെ നീയും വള്ളക്കാരനായിരുന്നല്ലോ. അപ്പൊ നീ ഇതേ പറയുള്ളെന്ന് എനിക്കറിയാം. നമുക്ക് സർക്കിളിനെ ഒന്ന് കണ്ടു കളയാം. സർക്കിളിനെയും സ്ക്വയറിനെയും കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ തെക്കോട്ടൊന്ന് വിളിച്ച് പറഞ്ഞാ മതി. വകുപ്പ് മന്ത്രി വരെ വേണേ ഇവിടെ എത്തും. അതൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഉമ്മാരെ ഒതുക്കാൻ എനിക്ക് നല്ലതുപോലെ അറിയാം. 55 60 60 65 65 വിടക്കണ കേളാ. അയ്യോ ഓടിക്കോ. മാർക്കോസ് എവിടെ? എനിക്കറിയാൻ പാടില്ല. നിനക്കറിയില്ലല്ലേ? പറയടാ, മാർക്കോസ് എവിടെ? എനിക്കറിയില്ല. പാട്ടി കാഴുവറ മോനെ. ഓനും കൂട്ടരും എവിടെ പോയെന്ന് പുറകടല്ല. മാർക്കോസേട്ടാ, എന്താണ് നമ്മുടെ തങ്കച്ചന്റെ വെള്ളം അനന്തമൂലയുടെ ആൾക്കാർ തകർത്ത് 3-4 ആളുകൾ ചത്ത്. ഇതൊക്കെ എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതാ. ഈ ബോട്ടുകാരും വള്ളക്കാരും തമ്മിലുള്ള കശവിശ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2-3 പേര് ചാകുകയും ചെയ്യും. വള്ളക്കാരന്റെ തല കൊയ്യൂന്നുള്ള പേടിയൊന്നും എനിക്കില്ല. പിന്നെ മകളുടെ കല്യാണ നിശ്ചയം വെറുതെ അലങ്കോലപ്പെടണ്ടല്ലോ എന്ന് കരുതിയാ ഈ പോലീസ് സെക്യൂരിറ്റി ഒക്കെ ഏർപ്പാടാക്കിയത്. നന്നായി. ഞങ്ങളെ തടയരുത് കേട്ടാ. പാവപ്പെട്ട 4 ജീവന് സമാധാനം പറയാണ്ട് ഇവനെ ഞങ്ങളെ വിടൂല. നിയമം ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. മാരകായുധങ്ങളുമായി അതിക്രമിച്ച് കിടന്നാൽ എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ചുമ്മാ വരട്ടല്ലേ സാറേ? പോലീസല്ല പട്ടാളം വന്നാൽ ഇവന്റെ കുടല് പുറത്തെടുക്കാൻ ഞങ്ങ പോവില്ല. ചടം, ഒരു ബലപ്രയോഗം വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് സ്റ്റേഷനിൽ വന്ന് എഴുതി തന്നാൽ മതി. ഉമ്മണി തന്നതാണല്ല. എന്നിട്ട് എന്ത് കോപ്പിൽ അന്വേഷണമാണ് നിങ്ങൾ നടത്തിയത്? അതെങ്ങനെയാണ്? പാവപ്പെട്ടവന് പരാതി അന്വേഷിക്കുന്ന അസുഖം ഇവിടെ പട്ടിയെ പോലെ കാവലി നിൽക്കുന്നതാണല്ല. കൈ നിറയെ കായ് കിട്ടുമല്ല. പോക്കൃത്തം പറഞ്ഞ അടിച്ചു നിന്നേക്ക്. അടിച്ചൊതുക്കാൻ എന്താണ് പട്ടിയാ പൂച്ചേ? ഞങ്ങൾ കടലിന്റെ മക്കളാണ് കേട്ടാ. കണ്ടും പങ്കായവും പിടിച്ച് തലമ്പിച്ച കൈയാണിത് സാറേ. എല്ലാത്തിനെയും വെട്ടി നുറുക്കും ഞങ്ങ. വേണ്ട സാറേ,
വെറുതെ ഒരു ബഹളം ഉണ്ടാക്കണ്ട. അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാ. ദേ ഈ പഞ്ചാര വർത്താനൊക്കെ തന്നെ മറ്റവളടുത്ത് പോയി പറഞ്ഞാൽ കേട്ടാ. 4 കുടുംബങ്ങളെ വഴിയാധാരമാക്കിയിട്ട് ഞാൻ പറയണ അത് മനസ്സിലിരിക്കട്ടെ. നിങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇന്നെന്റെ മകളുടെ കല്യാണ നിശ്ചയ. ഒറ്റ ബോട്ട് ഞാൻ കടലിറക്കിയിട്ടില്ല. ആളവടിയാക്കല്ലേ കേട്ടാ. അയ്യോ, ഞാൻ ഇപ്പോഴാണ് ഇത് അറിയുന്നത് തന്നെ. ഛേ, ഈ ബോട്ട് തൊഴിലാളിയിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണേ ഞങ്ങൾ മുതലാളിമാർ എന്ത് ചെയ്യാനാ? ദയവ് ചെയ്ത് നിങ്ങൾ സമാധാനത്തോടെ തിരിച്ചു പോകണം. മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തിന് വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. തന്റെ ഓസാരമൊന്നും വേണ്ട. അവരെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് അറിയാടോ. ആരാണ് ഇത് ചെയ്തതെന്ന് ഞാൻ അന്വേഷിക്കട്ടെ. നിങ്ങളിപ്പോ പിരിഞ്ഞു പോകണം. പോലീസിന്റെ അന്വേഷണം തീരുമാനമൊക്കെ നടക്കുന്നത് മുതലാളിമാരുടെ ബംഗ്ലാവിലാണല്ല. എത്രയും വേഗം കൊലയാളികളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഉണ്ടല്ല മുതലാളിമാരുടെ കഴുത്തിന് മേലെ തല കാണുകയല്ല. ഹലോ, ഹാജിയരല്ലേ? ഞാൻ അനന്തനാ. അതെ, ഉമ്മാരിവിടെ വന്നിരുന്നു. ഏയ്, ഞാൻ 4-5 പഞ്ചാര വർത്താനം പറഞ്ഞവരെ തണുപ്പിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ ഏത് നേരവും പൊട്ടിത്തെറിക്കാം. അതെനിക്കറിയാം.